ഇതേ ആശയമാണ് മാലപ്പാട്ടുകളിൽ, മൗലീദുകളിൽ, കുതുബിയത്തിൽ എല്ലാം ഉള്ളത് എങ്കിൽ അതും ശിർക്കാവേണ്ടതല്ലേ? ഇതേ ആശയമാണ് എന്നത്തെ പറഞ്ഞല്ലോ. അതേപോലെ ധാരാളം വരികൾ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു, ആ പാട്ട് എനിക്ക് വേണമെങ്കിൽ നരകത്തിന്റെ കവാടങ്ങളെല്ലാം അടച്ചിട്ട് പോരാൻ പറ്റും, തൽക്കാലം ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. നബി വന്നു പറഞ്ഞില്ലേ നരകണ്ട്, അല്ലെങ്കിൽ ഞാൻ പൂട്ടിയിരുന്നു എന്ന്. നബി ഇത് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നരകം കൊട്ടിയടക്കുമായിരുന്നു എന്നാണ് മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ പാട്ട്. റാബിഅത്തുൽ അലവിയ്യയുടെ പേരിൽ പ്രചരിപ്പിച്ച കഥ എന്താ? റാബിഅത്തുൽ അലവിയ്യ സ്വർഗം കത്തിക്കാൻ പോയി. സ്വർഗം കത്തിക്കാൻ പോയി. അപ്പൊ ആൾക്കാർ തട്ടല്ല, എന്താ പരിപാടി, സ്വർഗമൊന്നും വേണ്ട, മനുഷ്യന്മാർക്ക് അല്ലാതെ പേടില്ല, സ്വർഗത്തിനാണ് ആവശ്യം, അതുകൊണ്ട് സ്വർഗം വേണ്ട, ഞാൻ സ്വർഗം നശിപ്പിക്കുകയാണ്. അപ്പൊ പറഞ്ഞു വേണ്ട, സ്വർഗം ഉണ്ടായിട്ട് തന്നെ മനുഷ്യന്മാർ നന്നാവില്ല, അപ്പൊ അതില്ലാഞ്ഞാലോ അത് ശരിയാ, ഇന്ന് അവിടെ നോട്ടെ, അതുകൊണ്ട് സ്വർഗം തൽക്കാലം നിലനിന്നതാണ് സൂഫി വിശ്വാസം. എന്താ അല്ല കഴിവെടുത്താൽ പോലെ, കൊടുത്ത കഴിവാണ്. സഹോദരമായ വല്ല നിവൃത്തിയുടെ അപ്പം ഇങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ പാട്ടിലേക്ക് എത്തിയത്. അതുകൊണ്ട് 7ാമത്തെ ചോദ്യം, നിങ്ങളെ വിശ്വാസപ്രകാരം ഇതെങ്ങനെ ശിർക്കാകും? മാത്രവുമല്ല ഇതേ ആശയമുള്ള മാലപ്പാട്ടുകൾ, മൗലീദുകൾ അതും ശിർക്കാവേണ്ടതല്ലേ?